സർവമത സത്യവാദം വളരെ മുൻപ് തന്നെ പലരും പറയാൻ തുടങ്ങിയിരിക്കുന്ന ഒരാശയമാണെങ്കിലും സമീപകാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും വലിയ പ്രചാരമാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആനിലും പ്രവാചകന്റെ സുന്നത്തിലും സർവമത സത്യവാദ ആശയത്തെ അംഗീകരിക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നതും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സർവമത സത്യവാദത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ എന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് വളരെ പ്രസക്തമാണ്. നമ്മൾ സർവരാഷ്ട്രീയ സത്യവാദം എന്ന് പറയാത്തതുപോലെ സർവസംസ്കാര സത്യവാദം എന്ന് പറയാത്തതുപോലെ സർവശാസ്ത്ര സത്യവാദം എന്ന് പറയാത്തതുപോലെ സർവമത സത്യവാദം എന്നതും പറയാൻ പാടില്ലാത്തതാണ്, അതല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമില്ലാത്തതാണ്. വിവിധങ്ങളായ രാഷ്ട്രീയ ചിന്തകൾ നമ്മുടെ നാട്ടിലുണ്ട്. ദേശീയത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമുണ്ട്, വർഗീയത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ഈ രണ്ട് രാഷ്ട്രീയവും സത്യമാണോ? വിവിധ സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരസ്പരം കണ്ടും ഇഷ്ടപ്പെട്ടും നടത്തുന്ന സ്ത്രീ പുരുഷന്മാർക്കിടയിൽ വിവാഹമുണ്ട്. അടുത്ത രക്തബന്ധങ്ങൾക്കിടയിൽ നടക്കുന്ന ഇൻസെസ്റ്റ് പോലുള്ള ലൈംഗിക വീഴ്ചകളുണ്ട്. പിതാവും മകളും മാതാവും മകനും തമ്മിലുള്ള ലൈംഗിക വീഴ്ചകൾ, ഇതൊക്കെ വിവിധ സംസ്കാരങ്ങളാണ്. ഇങ്ങനെയുള്ള വിവിധ സംസ്കാരങ്ങൾ ഇതെല്ലാം സത്യമാണോ? സർവസംസ്കാരം സത്യമാണോ? ശാസ്ത്രത്തിൻ്റെ വളർച്ച നമുക്കറിയാം. ഓരോ കാലഘട്ടത്തിലും അത് കൂടുതൽ പഠിക്കുന്നു, ഗഹനമായി ചിന്തിക്കുന്നു, ഗവേഷണം നടത്തുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതും കണ്ടുപിടിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന എല്ലാ സിദ്ധാന്തങ്ങളും എല്ലാ തിയറികളും സത്യമാണോ? ഭൂമി പരന്നത് എന്ന് പറഞ്ഞ ശാസ്ത്ര കാഴ്ചപ്പാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ആകൃതി അങ്ങനെയല്ല, അത് ഉപരിതലം അല്പം പരന്ന ഗോളാകൃതിയാണെന്ന് പറയുന്നു. ഈ രണ്ട് ശാസ്ത്രവാദങ്ങളും സത്യമാണോ? നമുക്കറിയാം, അല്ല. സത്യമെന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് മാത്രമേ ഉണ്ടാകൂ. ലോകത്ത് വൈവിധ്യങ്ങളുണ്ട്, വൈവിധ്യങ്ങളിൽ സത്യമുണ്ട്. പക്ഷേ വൈരുദ്ധ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് സത്യം. ദൈവമുണ്ട്, ദൈവം ഏകനാണ്, ദൈവം എല്ലാം കാണുന്നു, ദൈവം എല്ലാം അറിയുന്നു, ദൈവം എല്ലാം സൃഷ്ടിക്കുന്നു, ദൈവത്തിനെല്ലാം കഴിവുണ്ട്. ഇത് ദൈവവുമായി ബന്ധപ്പെട്ട വൈവിധ്യങ്ങളായ ആശയമാണ്. ഈ വൈവിധ്യങ്ങളെല്ലാം സത്യമാണ്. എന്നാൽ വൈവിധ്യങ്ങളിൽ നിന്ന് വൈരുദ്ധ്യ തലത്തിലേക്ക് ആശയങ്ങൾ മാറുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ സത്യം ഉണ്ടാകുള്ളൂ. ദൈവം ഏകനാണ് എന്ന് സത്യമാണ്. എന്നാൽ ദൈവം രണ്ടുണ്ട് എന്ന് പറഞ്ഞാലോ, ദൈവം പലതാണെന്ന് പറഞ്ഞാലോ, ദൈവത്തിന് എല്ലാം അറിയുന്നു എന്ന് സത്യമാണ്. എന്നാൽ ദൈവത്തിന് ഒന്നും അറിയില്ല എന്നതോ, ദൈവം എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് സത്യമാണ്. എന്നാൽ ദൈവത്തിന് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞാലോ, അപ്പോൾ വൈവിധ്യങ്ങൾ എപ്പോഴും സത്യമായിരിക്കും. എന്നാൽ വൈരുദ്ധ്യങ്ങളിൽ ഒന്ന് മാത്രമേ സത്യമുണ്ടാകൂ, മറുഭാഗത്തുള്ളത് സത്യമല്ല. സർവമത സത്യവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങളാകട്ടെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്കാരങ്ങളാകട്ടെ, ആചാരങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാകട്ടെ, ഇത് വൈവിധ്യം എന്നതിനേക്കാൾ അപ്പുറം പല സന്ദർഭങ്ങളിലും അത് വൈരുദ്ധ്യമായി മാറുന്നുണ്ട്. നമുക്കറിയാം,
മതങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ദൈവവിശ്വാസമാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ദൈവവിശ്വാസത്തിൻ്റെ രൂപവും അതിൻ്റെ ഘടനയും ഒരുപോലെയാണോ? ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ച് മതങ്ങൾ പറയുന്നുണ്ട്, അത് ആ മതങ്ങളുടെ നന്മയാണ്, യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറ തകർക്കുന്ന വിധത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങൾ, സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ദൈവം ഒന്ന്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം എത്രയാണ്? അള്ളാഹു എത്രയാണ്? ഒന്നാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, സൂറത്തു സ്വാദിലെ 68-ാമത്തെ ആയത്താണ്. സർവാധിപതിയായ ഏകനായ അള്ളാഹു അല്ലാതെ, ദൈവമല്ലാതെ ലോകത്ത് മറ്റാരുമില്ല, ഒരു ആരാധ്യനായി മറ്റാരുമില്ല. ഇത് ഇസ്ലാം അംഗീകരിക്കുന്നു. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മറ്റു പല മതങ്ങളിലും ദർശനങ്ങളിലുമുള്ള ദൈവിക കാഴ്ചപ്പാടെന്താണ്? ദൈവം 33 കോടി ദൈവങ്ങൾ വിശ്വസിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? അതുപോലെ തന്നെ ദൈവമല്ലാതെ ലോകത്ത് മറ്റൊന്നുമില്ല. സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ദൈവവിശ്വാസം മതങ്ങളുടെ അടിത്തറയാണ്. എന്നാൽ നമ്മൾ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവിശ്വാസങ്ങളെല്ലാം ഒരുപോലെയാണോ? അതിൽ വൈവിധ്യങ്ങളല്ല കാണുന്നത്, പലപ്പോഴും വൈരുദ്ധ്യങ്ങളാണ് കാണുന്നത്. ഏകനായ ദൈവത്തെ മാത്രം പരിചയപ്പെടുത്തുന്നു ഇസ്ലാം. എന്നാൽ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖൻ, പാമ്പ് വരെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പലതിനെയും ദൈവമായോ ദൈവത്തിൻ്റെ ഭാഗമായോ ദൈവത്തിൻ്റെ അംശമായോ ഒക്കെ കാണുന്ന കാഴ്ചപ്പാട്, ഇതിനെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അംഗീകരിക്കാൻ കഴിയുമോ? ഇസ്ലാമിൽ സൃഷ്ടി വേറെയാണ്, സ്രഷ്ടാവ് വേറെയാണ്. ഖാലിഖ്, മഖ്ലൂക്ക് രണ്ടും രണ്ടാണ്. എന്നാൽ ഖാലിഖുല്ല മഖ്ലൂക്കുല്ല എല്ലാം ഒന്നാണ്. അനൽ ഹക്ക് വാദം, സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഹൈന്ദവ ദർശനത്തിൽ കാണുന്ന അദ്വൈത സിദ്ധാന്തം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് ഒന്നില്ലാത്ത വിധം ഒന്ന്. ഞാൻ ദൈവമാണ്, ഈ മൈക്ക് ദൈവമാണ്, ഈ സ്റ്റാൻഡ് ദൈവമാണ്, നമ്മൾ ദൈവമാണ്, പ്രപഞ്ചത്തിലെല്ലാം ദൈവമാണ്. ഇത് ഇസ്ലാം അംഗീകരിക്കുന്നതാണോ? എങ്ങനെയാണ് നമ്മൾ സർവമത സത്യവാദം അംഗീകരിക്കുക? പറയുക. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള, പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള ദർശനത്തിൽ പോലും വളരെ വലിയ വൈരുദ്ധ്യങ്ങളാണ് വെച്ചു പുലർത്തുന്നത്. അപ്പോൾ വൈരുദ്ധ്യത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാകൂ, വൈവിധ്യത്തിലെല്ലാം ശരിയാകാം. ദൈവത്തിലേക്ക് അടുക്കുവാൻ മധ്യവർത്തികൾ വേണമെന്ന ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്? നമ്മുടെ നാട്ടിൽ കാണുന്ന ബിംബാരാധന, വിഗ്രഹാരാധന, വീരാരാധന, കബറാരാധന, ദേവീ ദേവാന്മാരെ വിളിച്ചുള്ള പ്രാർത്ഥന, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദൈവത്തിലേക്ക് അടുക്കുവാൻ മധ്യവർത്തികൾ വേണമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഈ വിശ്വാസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വാസം വെച്ച് പുലർത്തിയിരുന്ന ആളുകളോട് ഖുർആനും മുഹമ്മദ് നബിയും ഒക്കെ എന്തായിരുന്നു പറഞ്ഞത്? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഅനാ ഇൻദല്ലാഹ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനാണ് ഞങ്ങൾ ഇവരെയൊക്കെ വിളിച്ചത് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളോട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം എന്താ? ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അള്ളാഹുവിന് അറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹ്ക്ക് പഠിപ്പിക്കുകയാണോ? അപ്പം ഇങ്ങനെ മധ്യവർത്തികൾ ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ് പറഞ്ഞു തരേണ്ടതാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നേർക്ക് നേരെ പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. എന്നാൽ ഇതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന മതങ്ങളോ ആശയങ്ങളോ ദൈവത്തിൻ്റെ അരികിലേക്ക് മധ്യവർത്തികൾ വേണമെന്ന് പഠിപ്പിക്കുന്നു. ഒരു ഗ്രന്ഥത്തിൽ, ഒരു ദർശനത്തിൽ മധ്യവർത്തികളെ സ്വീകരിക്കുന്നത് പാടില്ലെന്ന് പഠിപ്പിക്കുന്നു, വലിയ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നു. മറ്റു ദർശനത്തിൽ അത് ആകാം, അങ്ങനെ ചെയ്യണമെന്നും പഠിപ്പിക്കുന്നു. ഇത് രണ്ടും വൈവിധ്യമല്ല, ഇത് വൈരുദ്ധ്യമാണ്. ഇതിൽ ഏതോ ഒന്ന് മാത്രമേ ശരിയാകുള്ളൂ. അപ്പോൾ സർവ്വമതവും സത്യവാദമല്ല. സർവ്വമതങ്ങളിലും ചില സത്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മറ്റു മതങ്ങളിലും ചില സത്യങ്ങളുണ്ട്, എത്രയോ നന്മകളുണ്ട്. പക്ഷേ സമ്പൂർണമായ സത്യം, ഒരു വ്യക്തിയുടെ ഇഹപര ജീവിതത്തിൻ്റെ വിജയം കുറിക്കുന്ന സമ്പൂർണമായ സത്യം, സമഗ്രമായ സത്യം, അത് ഒന്നിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സർവമത സത്യവാദത്തിന് നമ്മുടെ മതത്തിൽ നിന്ന് ഒരു പ്രമാണം ഉദ്ധരിക്കുവാനോ തെളിവുദ്ധരിക്കുവാനോ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവവിശ്വാസത്തെപ്പറ്റി സ്വല്പം പറഞ്ഞു. ഇനി പ്രവാചകന്മാരെ പറ്റിയുള്ള വിശ്വാസം എന്താണ്? അത് വളരെ വിശദമായി പറയേണ്ടതാണ്. ഒന്ന് മാത്രം പറയാം, എളുപ്പത്തിൽ മനസ്സിലാകാൻ.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന എന്താണ്? അദ്ദേഹം അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഹോദരന്മാർ വിശ്വസിക്കുന്ന എന്താണ്? അദ്ദേഹം ദൈവത്തിൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ ദൈവമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ജൂതന്മാർ വിശ്വസിക്കുന്ന എന്താണ്? അദ്ദേഹം ജാരസന്താനമാണ്. ഇത് വൈവിധ്യങ്ങളായ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വൈവിധ്യങ്ങളായ വിശ്വാസമല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വൈരുദ്ധ്യങ്ങളായ വിശ്വാസമാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം മൂന്നിലൊരുവനാണ് എന്ന് പറയുന്നത് ത്രിയേകത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിത്തറയെ ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ അതുകൊണ്ട് തന്നെ ദൈവനിഷേധത്തിലേക്ക് പോയിരിക്കുന്നു. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ആയത്തുകൾ കാണാൻ കഴിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഈ മൂന്ന് ഘടകങ്ങൾ കൂടി ചേർന്ന ഒരു ദൈവവിശ്വാസം ഇസ്ലാമിലില്ല. അവൻ എല്ലാ അർത്ഥത്തിലും ഏകനാണ്, പങ്കുകാരില്ലാത്തവനാണ്. അവൻ മനുഷ്യനായി അവതരിക്കില്ല, മനുഷ്യൻ എത്ര ഉയർന്നാലും ദൈവമായി മാറില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. എന്നിരിക്കെ ഇതിന് ഘടകവിരുദ്ധമായ മറ്റു ആശയങ്ങൾ അതും ശരിയാണ് ഇതും ശരിയാണ് എന്നിങ്ങനെ പറയും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകനാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ്. അല്ല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് അള്ളാഹ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജാരസന്താനമാണ്. ഇത് മൂന്നും കൂടെ എങ്ങനെയാണ് ശരിയായി തീരുന്നത്, സത്യമായി തീരുക? 4ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 8ആണ്. ഒരാൾ പറഞ്ഞു അല്ല 9ആണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ശരിയാ, 8ഉമാണ് 9ഉമാണ്. അങ്ങനെ ഉണ്ടാകുമോ? ലോകത്ത് സത്യമെന്ന് പറയുന്നത് ശരി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. 4ഉം 4ഉം കൂട്ടിയാൽ എവിടെ വെച്ചും ആൻസർ ഒന്നായിരിക്കും, 8 മാത്രം ഉണ്ടാകുമോ? അത് 9 എന്ന് പറയുന്നത് തെറ്റാണ്. 9 എന്നും 8 എന്ന് പറഞ്ഞത് രണ്ടും തെറ്റാണ്. സർവവും ശരിയല്ല, സർവവും സത്യമല്ല. ഇത് തന്നെയാണ് മതത്തിൻ്റെയും വിഷയത്തിൽ കാണുന്നത്, മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കൂ, പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം. ഈ പ്രവാചകന്മാരുടെ വിഷയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ അഥവാ ഇസ്ലാമിക ദർശനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും നമ്മൾ അംഗീകരിക്കണം. അവർക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല, വിവേചനം കൽപ്പിക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് ഷഹാദ. നമ്മൾ അതിലേക്കാണ് എത്തിക്കുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്മാരായി അംഗീകരിക്കാത്ത ആളുകളില്ലേ, അവരുടെ വിശ്വാസം ശരിയെന്ന് പറയാൻ കഴിയുമോ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവദൂതനായി അംഗീകരിക്കാത്ത, ഖുർആനിനെ വേദഗ്രന്ഥമായി അംഗീകരിക്കാത്ത, അള്ളാഹുവിനെ ദൈവമായി അംഗീകരിക്കാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ഇതും സത്യമാണ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു ഈ പറയുന്ന വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഒക്കെ ഇറക്കി തന്നത്? എല്ലാം സത്യമാണ്, എല്ലാവർക്കും ഏത് സ്വീകരിച്ചാലും മോക്ഷത്തിൻ്റെ മാർഗം ലഭിക്കുമെന്നാണ് എങ്കിൽ എന്തിനാണ് ഓരോ കാലഘട്ടത്തിലും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത്? ആ പ്രവാചകന്മാർ വന്നിട്ട് അതത് പ്രദേശങ്ങളിലുള്ള ആശയങ്ങളെ, ആദർശങ്ങളെ, വിവിധ മതങ്ങളൊക്കെ സത്യമാണ്, നിങ്ങൾ ഇതുപോലെ അങ്ങ് ജീവിച്ചാൽ മതി എന്നല്ലല്ലോ പഠിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ ഖുർആനോ ഹദീസോ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും സർവ്വമതവും സത്യമാണ്, സമ്പൂർണ്ണ സത്യമാണ് എന്ന ആശയം അത് വലിയ പ്രാധാന്യമില്ലാത്തതാണ്, അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് കണ്ടെത്താൻ കഴിയും. പരലോക വിശ്വാസം മതങ്ങളുടെ അടിസ്ഥാനമാണ്. എല്ലാ മതങ്ങളും ഒരുപോലെയാണ് പരലോകത്തിൽ വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസപ്രകാരം എങ്ങനെയാണ് പരലോകം? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന് ഖബർ ജീവിതമുണ്ട്. അദ്ദേഹത്തെ ഒരു അവധിയായാൽ പുനർജീവിതത്തിന് വിധേയമാക്കുന്നു. പരലോകത്തേക്ക് എല്ലാവരും വരുന്നു. അവിടെ വെച്ച് ഈ ലോകത്ത് ചെയ്തിരിക്കുന്ന ഓരോ നന്മക്കും തിന്മക്കും അർഹമായ രക്ഷയോ ശിക്ഷയോ അവനെ ഏറ്റുവാങ്ങുന്നു. അവനായി തന്നെ ഏറ്റുവാങ്ങുന്നു. അവൻ രൂപം മാറുന്നില്ല, കോലം മാറുന്നില്ല. അവൻ എങ്ങനെയാണോ ഭൂമിയിൽ ജീവിച്ചത്, ഏതു മനുഷ്യനായിട്ടാണോ അതേ മനുഷ്യനായിട്ട്. ഇതാണ് നമ്മുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം, മരണത്തിന് ശേഷമുള്ള ജീവിത വിശ്വാസം. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സഹോദരന്മാരിലെ അവർക്ക് ഈ പറയുന്ന പരലോക വിശ്വാസമല്ല, അവർക്ക് പരകായ പ്രവേശമാണ്. അഥവാ മരണത്തിന് ശേഷം ആത്മാവ് മറ്റു പലതുമായി അവതരിക്കുന്നു. ഈ ലോകത്ത് നന്മ ചെയ്തിരിക്കുന്ന, ഈ ജീവിതത്തിൽ നന്മ ചെയ്തിരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ തിന്മ ചെയ്തിരിക്കുന്ന ആളുകൾ
അവരുടെ കർമ്മഫലമായി അവരുടെ ആത്മാവ് പല രൂപത്തിൽ രൂപം പ്രാപിക്കുന്നു. മോശമായ ചെയ്തികൾ ചെയ്തിരിക്കുന്ന ആളുകൾ കാക്കയുടെ രൂപത്തിൽ വരുന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ മോശം ചെയ്തിരിക്കുന്ന ആൾ പട്ടിയുടെ രൂപത്തിൽ പ്രവേശിക്കുന്നു. ഇസ്ലാമിൽ ഇങ്ങനെയൊരു പരലോക വിശ്വാസമുണ്ടോ? ഇങ്ങനെ ഒരാൾ പരലോകത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അയാളുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ? ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. അപ്പം സർവമത സത്യവാദം എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്ന ആളുകൾ മറ്റു മതങ്ങളുടെ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ അത് എങ്ങനെയാണ് മറ്റുള്ളതിനോട് വിയോജിക്കുന്നത് എന്നതിൻ്റെ പ്രാഥമിക വിവരം പോലും ഇല്ലാതെ അങ്ങ് പറയുകയാണ്. അങ്ങനെ ഒരു പരകായ പ്രവേശമോ അതല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റു രൂപമായി ജന്മം പ്രാപിക്കുക, ഇതൊന്നും ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസമല്ല എന്ന് കണ്ടെത്താൻ കഴിയും. ഇനി ഈ വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. എല്ലാ വിശ്വാസങ്ങളും എല്ലാ മതങ്ങളും സത്യമാണ്, സർവ്വമതവും സത്യമാണ് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ കാണാം. അന്നുണ്ടായിരുന്ന വിവിധ മതങ്ങളുടെ അനുയായികൾ, ജൂതന്മാരും ക്രൈസ്തവരുമായ സഹോദരങ്ങൾ, അവരോട് ഖുർആൻ പറയുകയാണ്, മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. വേദഗ്രന്ഥം ലഭിച്ചിരിക്കുന്ന ആളുകളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലാണ് സംവാദം നടത്തേണ്ടത്, ഡിബേറ്റ് നടത്തേണ്ടത്. എപ്പോഴാണ് ഡിബേറ്റ് നടത്തേണ്ടത്? എന്തിനാണ് ഡിബേറ്റ് നടത്തുന്നത്? നിങ്ങളുടെ കൈകളിലുള്ള ആശയങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, അത് ശരിയല്ല, ഇന്നതാണ് ശരി എന്നവരെ ബോധ്യപ്പെടുത്താനാണ് ഡിബേറ്റ് നടത്തുന്നത്, ആശയ സംവാദം നടത്തുന്നത്. സർവ്വമതവും സത്യമാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലോ അതിന് മുൻപോ ശേഷമോ ഒക്കെയുള്ള എല്ലാ മതങ്ങളും ഒരുപോലെ സത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഡിബേറ്റ് നടത്തുന്നത്? എന്തിനാണ് ആശയപരമായ സംവാദം നടത്തുന്നത്? തന്നെയല്ല, വീണ്ടും ഖുർആൻ പറയുകയാണ്, മുബാഹല എന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. മുബാഹല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു തരം ശാപപ്രാർത്ഥനയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ എന്താണ് സത്യാവസ്ഥ എന്ന് ഖുർആൻ വിശദീകരിച്ചതിന് ശേഷം വീണ്ടും നിന്നോട് തർക്കിക്കാൻ വരുന്നുണ്ട് അഹ്ലി കിതാബിൻ്റെ ആളുകൾ, വേദ ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യം പറയണം. എന്താ പറയേണ്ടത്? ഫഖുൽ തആലു നദു അബ്നാഅനാ വ അബ്നാഅക്കും വനിസാഅനാ വനിസാഅക്കും വഅൻഫുസനാ വഅൻഫുസക്കും സുമ്മ നബ്തഹിൽ ഫനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. സൂറത്തു ആലു ഇമ്രാനിലാണ് ആയത്ത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിലുള്ള ഹക്ക്, യാഥാർത്ഥ്യം, സത്യം, അദ്ദേഹം ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനല്ല, അദ്ദേഹം പ്രവാചകനാണ്. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയില്ല, അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇത് സത്യമാണ് എന്നിരിക്കെ ഈ സത്യം വ്യക്തമായതിനു ശേഷവും ആരെങ്കിലും നിന്നോട് തർക്കിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നദു അബ്നാഅനാ വ അബ്നാഅക്കും, നിങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും വിളിക്കാം, നമുക്ക് നമ്മുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും വിളിക്കാം. വനിസാഅനാ വനിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ സ്ത്രീ അതോ ഭാര്യമാരേക്ക് വിളിക്കാം. വഅൻഫുസനാ വഅൻഫുസക്കും, നമുക്ക് തന്നെയും നമ്മളും നിങ്ങളും ഒക്കെ വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഫനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ സുമ്മ നബ്തഹിൽ ഫനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. എന്നിട്ട് നമുക്ക് മുബാഹല നടത്താം. ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ ശാപം, ആരാണോ ഈ വിഷയത്തിൽ തെറ്റു പറയുന്നത്, കളവ് പറയുന്നത്, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന ശാപപ്രാർത്ഥന നടത്താം. ഇത് ഖുർആൻ പറഞ്ഞല്ലേ? അല്ല, സർവ്വമതങ്ങളും സത്യമാണെങ്കിൽ എന്തിനാണ് ഈ ശാപപ്രാർത്ഥന? ഖുർആൻ പറഞ്ഞിരിക്കുന്ന മുബാഹല തന്നെ സർവവും സത്യമല്ല, ഒരു വിഷയത്തിൽ ഇന്നതു മാത്രമാണ് ശരി എന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ മദീനയിലുണ്ടായിരുന്ന വിവിധ മതസ്ഥർ അവരുടെ വിശ്വാസത്തിൽ സംഭവിച്ചിരിക്കുന്ന പാളിച്ച അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ശാപപ്രാർത്ഥനയിലേക്ക് പോലും മുബാഹലയിലേക്ക് പോലും ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഖുർആൻ വെച്ചുകൊണ്ട് ലോകത്തെ എല്ലാ മതങ്ങളും ഒരുപോലെ സത്യമാണ്, ഏതും സ്വീകരിക്കാം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു സത്യവാദം ഇസ്ലാമിലില്ല. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഹിജ്റ പോയത്? അറേബ്യയുടെ ഭരണം പിടിച്ചടക്കാൻ അല്ല, പ്രവാചകന് സ്വത്ത് സമ്പാദിക്കാൻ അല്ല, പ്രവാചകന് സുഖാഡംബര ജീവൻ നയിക്കാൻ അല്ല. പ്രവാചകൻ മക്കയിൽ നിന്ന് ജന്മനാടായ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തൻ്റെ മാതൃഭൂമിയായ മക്കയെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തത് താൻ സത്യമാണെന്ന് കരുതിയിരിക്കുന്ന ഒരു മതത്തിൽ സ്വതന്ത്രമായി ജീവിക്കുവാൻ, സ്വതന്ത്രമായി ആ മതത്തിൻ്റെ
വിശ്വാസം സ്വീകരിക്കുവാനും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുവാനും ആ മക്കയുടെ പരിസരത്ത് സാധ്യമല്ലാത്തതുകൊണ്ട് താൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനായിരുന്നു മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്തത്. നമ്മുടെ ചോദ്യം, എല്ലാ മതവും സത്യമായിരുന്നുവെങ്കിൽ പ്രവാചകൻ എന്തിനാണ് മക്ക വിട്ടുപോയത്? പ്രവാചകനെ അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ എന്തിനായിരുന്നു ആക്രമിച്ചത്? പ്രവാചകന്റെ പേരിൽ ഒരു മോഷണ കുറ്റമില്ല, പ്രവാചകന്റെ പേരിൽ ഒരു ലൈംഗിക കുറ്റാരോപണമില്ല, ഒരു സാമ്പത്തിക അഴിമതിയുടെ ആരോപണമില്ല, ഇതൊന്നുമില്ല. പ്രവാചകൻ ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയത്തെ പ്രബോധനം ചെയ്യലായിരുന്നു. ഇടയാളന്മാരില്ലാത്ത, പങ്കുകാരില്ലാത്ത, മധ്യവർത്തികളില്ലാത്ത, ബിംബാരാധനയോ വീരാരാധനയോ ഒന്നുമില്ലാത്ത, അവതാര സങ്കല്പമില്ലാത്ത, ഒരു കൃത്യമായ കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം. അതിന് സാധിക്കാതെ വന്നപ്പോൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തു എന്ന് പറയുന്നത് പോലും സർവ്വമതവും സത്യമാണ്, ഏത് ഉൾക്കൊണ്ടാലും ഒരു കുഴപ്പമില്ല എന്ന വാദം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. എല്ലാ മതവും ഒരുപോലെ സത്യമാണെങ്കിൽ റസൂലുള്ളാഹിക്ക് പിന്നെ മക്കയിൽ തന്നെ നിന്നാൽ പോരെ? മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സർവ്വമതവും സത്യമല്ല, സമ്പൂർണ്ണ സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ സാധാരണഗതിയിൽ ചില ആളുകൾ പറയുന്ന ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തു അൽ ബഖറയിലെ 62-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈൻ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്ത് അൽ ബഖറ 62-ാമത്തെ ആയത്ത്. ഇതിലെന്താ പറഞ്ഞത്? ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസികളാകട്ടെ, ജൂതന്മാരാകട്ടെ, ക്രൈസ്തവരാകട്ടെ, സ്വാബിഈ മതക്കാരാകട്ടെ, ആര് തന്നെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അവർക്കൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ മതം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞു നടക്കേണ്ടതില്ല. ജൂതന്മാർക്ക് അവിടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകാം, ക്രൈസ്തവർക്ക് പോകാം, സ്വാബി മതക്കാർക്ക് പോകാം. അപ്പോൾ സർവ്വമതവും സത്യമാണ് എന്നാണല്ലോ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ സർവ്വമത സത്യവാദത്തിന് ഖുർആനിൽ തന്നെ തെളിവുണ്ടല്ലോ എന്നാണ് ചില സഹോദരങ്ങൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ സർവ്വമതവും സത്യമല്ല, കൃത്യമായ ഒരു സത്യദർശനത്തിൽ നിങ്ങൾ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് ഈ ആയത്ത് അവതരിച്ചത്. ജൂതന്മാർ പറഞ്ഞു ജൂതന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ, ക്രൈസ്തവർ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ ഓരോരുത്തരും അവരുടെ ആശയത്തിലും ആദർശത്തിലും തെറ്റായ വീക്ഷണത്തിലുമൊക്കെ നിലകൊണ്ട് അവർ സ്വയമായി മോക്ഷവും രക്ഷയും ദൈവത്തിൻ്റെ ആളുകളാണ് എന്നുമൊക്കെ അവകാശപ്പെട്ടപ്പോൾ അതൊക്കെ തിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ കാര്യത്തെ ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട്, ഇന്നല്ലദീന ആമനോ, വിശ്വാസികളായ ആളുകൾ, വല്ലദീന ഹാദു, യഹൂദന്മാരായ ആളുകൾ, വന്നസാറ, ക്രൈസ്തവരായ ആളുകൾ, വസ്വാബിഈൻ, സ്വാബി മതക്കാർ. നിങ്ങൾ ഏത് മതത്തിൽ ജനിക്കട്ടെ, ഏത് വിഭാഗത്തിൽ പ്രവർത്തിക്കട്ടെ, അതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് ആത്യന്തികമായ മോക്ഷം വേണം. എന്ത് വേണം? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുലും പരലോകത്തിലും എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം? അള്ളാഹു ഏകനാണ്, അവന് മക്കളില്ല, അവന് മധ്യവർത്തികളില്ല, അവന് സന്താനങ്ങളില്ല, അവൻ മറ്റൊന്നിലേക്കും അവതരിക്കില്ല. ഇതൊക്കെ കൃത്യമായ രൂപത്തിൽ വിശ്വസിക്കണം. പരലോകത്തിൽ എങ്ങനെ വിശ്വസിക്കേണ്ടത്? അതേ രൂപത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് വഅമില സ്വാലിഹ, സൽക്കർമ്മവും പ്രവർത്തിക്കണം. അപ്പം നിങ്ങൾ ജനിച്ചിരിക്കുന്ന മതമോ നിങ്ങളുടെ കുടുംബമോ പേരോ ഇതൊന്നും നിങ്ങളെ രക്ഷിക്കില്ല. നിങ്ങൾ ഈ പറയുന്ന ഖുർആൻ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ദൈവവിശ്വാസവും കൃത്യമായ പരലോക വിശ്വാസവും കൃത്യമായ സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ സർവ്വം എങ്ങനെ ഏത് മതം സ്വീകരിച്ചാലും രക്ഷയുണ്ട് എന്ന് പറയാനല്ല, കൃത്യമായ വിശ്വാസവും കൃത്യമായ പരലോകബോധവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് വന്നത്. ഈ ആയത്ത് അതിനു വേണ്ടിയാണ്. പക്ഷേ അതിന് നേരെ വിപരീത അർത്ഥമാണ് ആൾ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിൻ്റെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു ജൂത ക്രൈസ്തവ സമൂഹത്തെ ഏതിലേക്കാണ് ക്ഷണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അഹ്ലു കിതാബെ, നിങ്ങൾ പറയണം, നമുക്കും നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു ആദർശത്തിലേക്ക്, ഒരു കലിമത്തിലേക്ക്, തൗഹീദിലേക്ക് നിങ്ങൾ മടങ്ങി വരണം.
എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ വിശ്വാസപ്രകാരം ജീവിച്ചോളൂ, ഞങ്ങൾ വിശ്വാസപ്രകാരം ജീവിക്കാം, എങ്ങനെ ജീവിച്ചാലും രക്ഷയുണ്ട് എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് നിങ്ങൾക്കും നമുക്കും ഇടയിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു ആശയമുണ്ട്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. അപ്പം ഏത് സ്വീകരിച്ചാലും എങ്ങനെ എന്ത് ഉൾക്കൊണ്ടാലും എല്ലാം സത്യമാണ് എന്ന് പഠിപ്പിക്കാനല്ല, പിന്നെയോ സർവ്വമതവും സത്യമെന്നല്ല, ഏകമതമാണ് സത്യം, അതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം, കലിമത്ത് തൗഹീദിലേക്ക് മടങ്ങി വരണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുക. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വളരെ തെറ്റായ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആശയങ്ങളിൽ ഒന്നാണ് സർവമത സത്യവാദം എന്നത്. ഇത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുവാനോ അത് ശരിയാണെന്ന് പറയുവാനോ ഒരു നിലക്കും സാധ്യമല്ല. അങ്ങനെയാണ് എങ്കിൽ വേദഗ്രന്ഥങ്ങൾ ഇറക്കി, പ്രവാചകന്മാരെ ഇറക്കി, ആ കാലഘട്ടത്തിലുള്ള മതവിശ്വാസങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണ്ട യാതൊരു ആവശ്യവും ഇസ്ലാമിനുണ്ടാകുമായിരുന്നില്ല എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.